സ്ഥിരമായി ഐസ്ക്രീം വേണമെന്ന് ശാഠ്യം പിടിക്കുന്ന കുട്ടികളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടോ? അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് ഇത്, ഫ്ലേവേർഡ് കർഡ്. ഇതുപോലെ വീട്ടിലുണ്ടാക്കി വെച്ചിരുന്നാൽ ആവശ്യം പോലെ ഐസ്ക്രീം ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. യാതൊരു ദൂഷ്യഫലങ്ങളും ഇല്ല. ഒരു പേടിയും വേണ്ട, ആർക്കും കഴിക്കാം. ഹായ്, എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഫ്ലേവേർഡ് കർഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിന് വളരെ കുറച്ച് ചേരുവകൾ മതി. ഞാൻ 250 ml കപ്പിന് 2.5 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അതിന് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. കുറച്ച് ബദാം കട്ട് ചെയ്തത്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ തൈര്. ഇത് പുളിയില്ലാത്ത തൈരായിരിക്കണം. ചൂടായ പാനിലേക്ക് പഞ്ചസാര ചേർക്കാം. ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാനുള്ളതാണ്. ആദ്യമേ അല്പം തീ കൂട്ടി വെക്കുക. പഞ്ചസാര ഉരുകാൻ തുടങ്ങി. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കണം. കാരമലൈസ് ചെയ്യുമ്പം കരിഞ്ഞു പോകരുത്. ഇപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള കളറായിട്ടുണ്ട്. തീ കുറച്ച് വെക്കണം. അതിലേക്ക് പാല് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം മുഴുവൻ പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കാം. ഇതിങ്ങനെ കട്ട പിടിച്ചിരിക്കുക, സാരയില്ല, ഇളകി വന്നോളൂ. ഇത് നന്നായിട്ട് തിളച്ച് ഒരു അല്പം കുറുകി വരണം. ഇപ്പം ഇത് നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ കാരമലൊക്കെ നന്നായിട്ട് ഇളകി അലുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തീ കുറച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നേരം ഇത് തിളപ്പിച്ചെടുക്കണം. അതായത് ഇത് അല്പം ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി, കൈ വിടാതെ ഇളക്കണ്ട. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ചെറുതീയിൽ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പം ഈ പാൽക്കൂട്ടിൻ്റെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തൈര് ഒന്ന് ഉടച്ച് വെക്കണം. പ്രത്യേകം പറയുക, അധികം പുളിയില്ലാത്തതായിരിക്കണം തൈര്. ഇത് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്ന ആ പാത്രത്തിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കണം. ഇനി അത് ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് പറ്റിക്കണം. ഇതുപോലെ നമ്മുടെ തണുത്തിരിക്കുന്ന ഈ പാൽക്കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നോടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇത് സെറ്റാകാനായിട്ട് 6 മുതൽ 7 മണിക്കൂർ വരെ പുറത്ത് തന്നെ വെച്ചിരിക്കണം, അടച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് സെറ്റായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വെച്ചിരിക്കുന്ന എന്ത് ഡ്രൈ ഫ്രൂട്ടാണോ അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. സെറ്റായി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ. എന്നിട്ട് 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഇത് അടച്ചു വെക്കാം. 7 മണിക്കൂർ വെളിയിൽ വെച്ച് സെറ്റായതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം ഒന്ന് വെച്ച് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഇത് 3 മണിക്കൂറും കൂടെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. നമ്മുടെ ഫ്ലേവേർഡ് കർഡ് റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഫ്ലേവേർഡ് കർഡ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.